ടി സിദ്ദീഖ് അങ്ങേക്ക് 7 മിനിറ്റ്. സർ, ഞാനതിനെ എതിർത്ത് സംസാരിക്കുകയാണ് സർ. സർ, ഇന്ന് ഈ സർക്കാരിന്റെ മികച്ച ധനകാര്യ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ ഒരു പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് സർ. സർ, തിരുവനന്തപുരത്ത് ടാഗോർ തിയേറ്ററിൽ ഹരിത കേരള മിഷന്റെ പരിസ്ഥിതി സംഗമം നടക്കുക. അതിൽ സർക്കാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഇന്ന് തിരുവനന്തപുരത്ത് എത്തണം, ഇതിൽ പങ്കെടുക്കണം നിർബന്ധമായും എന്നാണ്. സർ, നിങ്ങൾ ആലോചിക്കണം, എല്ലാ ലോക്കൽ ബോഡീസിന്റെയും അവസാനത്തെ ബില്ല് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഗവൺമെന്റ് കൊടുത്തത് നാളെയാണ്, 25-ാം തീയതി. ഈ ഗവൺമെന്റ് ആ ഡേറ്റ് നാളെ ആയപ്പോ കേരളത്തിലെ മുഴുവൻ ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും സെക്രട്ടറിമാരോടും നിർബന്ധമായി തിരുവനന്തപുരത്ത് വരാൻ പറഞ്ഞ് അവരുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞാൽ അതിനർത്ഥം ഇതിനേക്കാൾ ധനകാര്യ മാനേജ്മെന്റിന്റെ കുടിലതന്ത്രം വേറെ വല്ലതുണ്ടോ? സർ, ഇവർക്ക് ബില്ല് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇവർക്ക് അതിനാവശ്യമുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുമോ? അപ്പൊ എന്താ കാര്യം? പണം ചെലവഴിക്കാതിരിക്കാനുള്ളതായിരിക്കുന്ന വളഞ്ഞ വഴി ഏത് രീതിയിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സർ ഇന്ന് നടക്കുന്ന ഈ സംഗമം. ഇതൊന്നും ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തോട് ഒരു ഭരണകൂടം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ അരുതായ്മ നടപടിയാണെന്ന് പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സർ, ബഹുമാന്യനായ പൂഞ്ഞാർ അംഗവും പ്രിയപ്പെട്ട ശ്രീ പ്രശാന്തും സംസാരിച്ചപ്പോ അവർ പറഞ്ഞു, കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം ഇടതുപക്ഷത്തിനുണ്ടായി, അതുകൊണ്ട് 3ാം പിണറായി സർക്കാരിലേക്ക് ഞങ്ങൾ പോകും എന്നാണ് പറഞ്ഞത്. സർ, നിങ്ങൾ ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ ഫെബ്രുവരി മാസം 25-ാം തീയതി നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ, അതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 2 സീറ്റ് പിടിച്ചെടുത്തു. LDFിൽ നിന്ന് LDFന് 3 സീറ്റ് കുറഞ്ഞു. സർ, UDFന്റെ സീറ്റ് 10-ൽ നിന്ന് 12ആയി, LDFന് 3 സീറ്റ് കുറഞ്ഞു. സർ, എങ്ങനെയാണ് സർ പിണറായി സർക്കാർ വരിക? ഞങ്ങൾ അതിന്റെ കൂടെ ഞാൻ ഒന്നുകൂടെ പറയാം, അതിന്റെ കൂടെ സർ, ഇനി ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ കരുളായി ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടാമല വാർഡുണ്ട്. അവിടെ 397 വോട്ടിനാണ് സാർ UDF ജയിച്ചത്. സാർ, ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. ഇനി ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ ഡിസംബർ മാസം 2024 11-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ഉജ്ജ്വല വിജയം നേടി. സാർ, സാർ എങ്ങനെയാണെന്നറിയോ? 13-ൽ നിന്ന് 17 സീറ്റിലേക്ക് UDF അതിന്റെ സീറ്റ് വീതം ഉയർത്തി. 15 സീറ്റിൽ നിന്ന് 11ലേക്ക് LDF കൂപ്പുകുത്തി. നിങ്ങൾ ഇപ്പോഴുള്ള സീറ്റിൽ നിന്ന് 40ലേക്ക് കൂപ്പുകുത്താൻ പോകുന്നു എന്ന് കേരളത്തിലെ ജനം പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ്. ഞങ്ങൾ 100 സീറ്റിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു എന്നുള്ളതിന്റെ വിളംബര പ്രഖ്യാപനമാണ് ഈ 2 ഉപതെരഞ്ഞെടുപ്പുകൾ. ആ ഉപതെരഞ്ഞെടുപ്പുകൾ ഇവിടെ മറ്റൊരു PR വർക്കാക്കി അവതരിപ്പിക്കുന്ന നിങ്ങളോട് എന്താണ് സാർ പറയുക? എന്താണ് സാർ പറയുക? പാലക്കാട്, പുതുപ്പള്ളി, തൃക്കാക്കര, അതിന്റെ ഭാഗമായാണ് നിലമ്പൂർ വരാൻ പോകുന്നത് കരുളായി ഉപതെരഞ്ഞെടുപ്പ് ഒക്കെ ഞങ്ങൾ സൂചിപ്പിച്ചു. സർ, ഞാനൊരു ഗുരുതരമായ കാര്യം കൂടെ ചൂണ്ടിക്കാണിക്കാം. സർ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആക്ട് 1951ന്റെ സെൻട്രൽ ആക്ട് ആണ്. സർ, ആ സെൻട്രൽ ആക്ടിന്റെ അനുസരിച്ചാണ് നമ്മുടെ KFC നിലവിൽ വന്നത്. സർ, ആ KFCയുടെ 33ാമത്തെ സെക്ഷൻ അനുസരിച്ച്, KFCയുടെ സെക്ഷൻ 34 അനുസരിച്ച് ഒരു കമ്പനിയിൽ ഈ സ്ഥാപനം നിക്ഷേപം നടത്തണമെങ്കിൽ അതിന്റെ ബോർഡിന്റെ അനുവാദം വേണം. സാർ, അത് പറയുന്നത് തന്നെ the financial corporation may invest funds in accordance with the applicable guidelines and prudential norms as may be prescribed and in such securities as the board may decide from time to time. സർ, അത് ബോർഡ് തീരുമാനിച്ചു വേണം നൽകാൻ. സർ, ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ബോർഡ്